ഹായ് ഫ്രണ്ട്സ്, ഫെബ്രുവരിയിൽ നടക്കാൻ പോകുന്ന PSC പ്രിലിമിനറി എക്സാമിനേഷന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന എല്ലാ കൂട്ടുകാർക്കും എൻ്റെ സ്വാഗതം. ഇതുവരെ പഠിച്ചു തുടങ്ങിയിട്ടില്ലാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഈ സീരീസ് ചെയ്യുന്നത്. ഇനി വരുന്ന 60 ദിവസം കൊണ്ട് സിലബസിലുള്ള എല്ലാ ടോപ്പിക്കും കവർ ചെയ്യുന്ന രീതിയിലാണ് ഈ വീഡിയോ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ഇന്ന് ജനറൽ സയൻസ് വിഭാഗത്തിലെ ഒരു ടോപ്പിക്കായ ജീവകങ്ങളും അപര്യാപ്തത രോഗങ്ങളും എന്ന ടോപ്പിക്കിനെ പറ്റിയിട്ടാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഓരോ ടോപ്പിക്കും പഠിച്ച് മുന്നോട്ട് പോകാം. നമുക്ക് വൈറ്റമിൻസിനെ പറ്റി പഠിക്കുമ്പോൾ ആദ്യം പഠിക്കേണ്ടത് ആരാണ് വൈറ്റമിൻസിന് ആ പേര് സജസ്റ്റ് ചെയ്തത് എന്നാണ്. ആരാണ് വൈറ്റമിൻസിന് ആ പേര് സജസ്റ്റ് ചെയ്തത്? ആൻസർ കാസിമർ ഫങ്ക്. കാസിമർ ഫങ്ക് ആണ് വൈറ്റമിന് ആ പേര് സജസ്റ്റ് ചെയ്തത്. കാസിമർ ഫങ്ക് വൈറ്റമിൻ എന്ന പേര് നിർദ്ദേശിച്ചു. അടുത്ത ക്വസ്റ്റ്യൻ, കോഎൻസൈം എന്നറിയപ്പെടുന്നത് എന്താണ്? കോഎൻസൈം എന്നറിയപ്പെടുന്നത് വൈറ്റമിൻസ് ആണ് കോഎൻസൈം എന്നറിയപ്പെടുന്നത്. കോഎൻസൈം എന്ന് പറഞ്ഞാൽ എൻസൈമിന് വേണ്ടി പ്രവർത്തിക്കാൻ ആവശ്യമായ ഒരു ഘടകമാണ് കോഎൻസൈം. വൈറ്റമിനുകൾ ആകെ 13 എണ്ണമാണ് ഉള്ളത്. അതിൽ ബി കോംപ്ലക്സുകളിൽ 8 വൈറ്റമിൻസ് ചേർന്നതാണ് ബി കോംപ്ലക്സ്. വൈറ്റമിനുകളെ തരംതിരിച്ചിരിക്കുന്നത് ജലത്തിൽ ലയിക്കുന്നവ, ജലത്തിൽ ലയിക്കാത്തവ എന്ന രീതിയിലാണ്. ജലത്തിൽ ലയിക്കുന്ന വൈറ്റമിൻസ് ആണ് ബിയും സിയും. ജലത്തിൽ ലയിക്കാത്തവ അഡക് ADEK. ജലത്തിൽ ലയിക്കാത്തവ അഡക് ADEK ആൻഡ് ജലത്തിൽ ലയിക്കുന്നവ ബി ആൻഡ് ബി കോംപ്ലക്സ് ആൻഡ് സി. ഇനി നമുക്ക് ഓരോ വൈറ്റമിൻസിനെ പറ്റിയും സെപ്പറേറ്റ് ആയിട്ട് പഠിക്കാം. ആദ്യമായിട്ട് വൈറ്റമിൻ എ പറ്റി പഠിക്കാം. വൈറ്റമിൻ എയുടെ ശാസ്ത്രീയ നാമം റെറ്റിനോൾ. കണ്ണിലുള്ള റെറ്റിനയിലുള്ള റോഡ് കോശങ്ങളുടെയും കോൺ കോശങ്ങളുടെയും വളർച്ചയ്ക്ക് ആവശ്യമായ ഒരു ഘടകമാണ് വൈറ്റമിൻ എ. വൈറ്റമിൻ എ ധാരാളമായി കിട്ടുന്നത് തേൻ, പാൽ, ഇലക്കറികൾ, മുട്ട എന്നിവയിൽ നിന്നാണ്. പാലിൽ നിന്നും മുട്ടയിൽ നിന്നും കൂടുതലായി ലഭിക്കുന്ന വൈറ്റമിൻ ഏതാണ് എന്ന ചോദ്യത്തിന് വൈറ്റമിൻ എ എന്നാണ് ആൻസർ. പിന്നെ വൈറ്റമിൻ എയിലെ പ്രധാനമായൊരു കാര്യം വൈറ്റമിൻ എ എവിടെയാണ് സ്റ്റോർ ചെയ്യുന്നത് എന്നാണ്. വൈറ്റമിൻ എ സ്റ്റോർ ചെയ്യുന്നത് ലിവറിലാണ്. നമ്മുടെ ലിവറിലാണ് കൂടുതലായി വരുന്ന വൈറ്റമിൻ എ സ്റ്റോർ ചെയ്യുന്നത്. വൈറ്റമിൻ എയുടെ അപര്യാപ്തത രോഗം കുട്ടികളിൽ സിറോഫ്താൽമിയ എന്നും വലിയവരിൽ മുതിർന്നവരിൽ മാലക്കണ്ണ് അല്ലെങ്കിൽ നിശാന്തത എന്നും പറയുന്നു. വൈറ്റമിൻ എയുടെ അപര്യാപ്തത രോഗമാണ് സിറോഫ്താൽമിയ. അത് കുട്ടികളിലാണ്. മാലക്കണ്ണ് അല്ലെങ്കിൽ നിശാന്തത എന്ന് പറയുന്നത് വലിയവരിലും ഉണ്ടാകുന്ന വൈറ്റമിൻ എ ഡെഫിഷ്യൻസി രോഗമാണ്. വൈറ്റമിൻ എയുടെ പ്രോ വൈറ്റമിൻ ആണ് ബീറ്റാ കരോട്ടിൻ. വൈറ്റമിൻ എയുടെ പ്രോ വൈറ്റമിൻ ആണ് ബീറ്റാ കരോട്ടിൻ. അതായത് ബീറ്റാ കരോട്ടിൻ ആണ് പ്രോ വൈറ്റമിൻ എ. അത് ക്യാരറ്റിലൊക്കെ ധാരാളമായി കാണുന്ന ബീറ്റാ കരോട്ടിൻ ആണ് പ്രോ വൈറ്റമിൻ എ. ഇനി വൈറ്റമിൻ എ പറ്റി പറയാനുള്ളത് വൈറ്റമിൻ എ കണ്ടുപിടിച്ചത് 1913 മാർഗരറ്റ് ഡേവിസും. ഇനി നമുക്ക് വൈറ്റമിൻ എ പഠിച്ചത് ഒന്നുകൂടി റിവൈൻഡ് ചെയ്യാം. വൈറ്റമിൻ എ ഡിസ്കവർ ചെയ്തിരിക്കുന്നത് മാർഗരറ്റ് ഡേവിസ് ആൻഡ് എൽമർ മക്കല്ലം. പിന്നെ വൈറ്റമിൻ എയുടെ പേര് റെറ്റിനോൾ. വൈറ്റമിൻ എ കണ്ണിൻ്റെ റോഡ് കോശങ്ങൾക്കും കോൺ കോശങ്ങളുടെയും വളർച്ചയ്ക്ക് അത്യന്താപേക്ഷിതമാണ്. പിന്നെ വൈറ്റമിൻ എ കൂടുതലായി കിട്ടുന്ന ആഹാര പദാർത്ഥം എന്ന് പറയുന്നത് പാല്, മുട്ട, ഇലക്കറികൾ എന്നിവയാണ്. വൈറ്റമിൻ എ എക്സസ് ആയിട്ടുള്ളത് സ്റ്റോർ ചെയ്യുന്നത് ലിവറിലാണ്. വൈറ്റമിൻ എയുടെ അപര്യാപ്തത രോഗങ്ങളാണ് സിറോഫ്താൽമിയ, അത് കുട്ടികളിലുള്ളതാണ്. നൈറ്റ് ബ്ലൈൻഡ്നെസ് അല്ലെങ്കിൽ മാലക്കണ്ണ് എന്ന് പറയുന്നത് വലിയവരിലുണ്ടാവുന്ന രോഗമാണ്. പ്രോ വൈറ്റമിൻ എ എന്ന് പറയുന്നത് ബീറ്റാ കരോട്ടിൻ ആണ്. അത് കൂടുതലായി കിട്ടുന്നത് ക്യാരറ്റിൽ നിന്നാണ്. ഇതെല്ലാമാണ് വൈറ്റമിൻ എ പറ്റിയുള്ള പറയാനും കൂടുതലായിട്ട് PSCയിൽ വരുന്നതും ആവർത്തിച്ച് വരുന്നതുമായ ക്വസ്റ്റ്യൻസ്. ഇനി ജലത്തിൽ ലയിക്കാത്ത വൈറ്റമിൻസിൽ വരുന്നത് അടുത്തത് വൈറ്റമിൻ ഡി ആണ്. ഇനി വൈറ്റമിൻ ഡിയെ പറ്റി പഠിക്കാം. വൈറ്റമിൻ ഡിയുടെ ശാസ്ത്രീയ നാമം എന്ന് പറയുന്നത് കാൽസിഫെറോൾ ആണ്. വൈറ്റമിൻ എയുടെ ശാസ്ത്രീയ നാമം റെറ്റിനോൾ, വൈറ്റമിൻ ഡിയുടേത് കാൽസിഫെറോൾ. വൈറ്റമിൻ എ എന്ന് പറയുന്നത് കണ്ണിൻ്റെ ആരോഗ്യത്തിന് വേണ്ടിയിട്ടുള്ള, അതായത് റെറ്റിനയുടെ ആരോഗ്യത്തിന് വേണ്ടിയിട്ടുള്ളതാണ്. അതുകൊണ്ട് വൈറ്റമിൻ എയുടെ പേര് നമുക്ക് ഓർത്തിരിക്കാം, റെറ്റിനോൾ. വൈറ്റമിൻ എ റെറ്റിനോൾ. ആൻഡ് വൈറ്റമിൻ ഡി എന്ന് പറയുന്നത് നമ്മുടെ എല്ലിൻ്റെ വളർച്ചയ്ക്ക് ആവശ്യമായ കാൽസ്യത്തിനെ എല്ലിലേക്ക് എത്തിക്കുന്നത് വൈറ്റമിൻ ഡിക്ക് ചെറുതല്ലാത്ത ഒരു പങ്കുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് അങ്ങനെ ഓർത്തിരിക്കാം, വൈറ്റമിൻ ഡിയുടെ പേര് കാൽസിഫെറോൾ.
വൈറ്റമിൻ ഡിക്ക് രണ്ട് രൂപങ്ങളുണ്ട്, കോൾ കാൽസിഫെറോളും എർഗോ കാൽസിഫെറോളും. വൈറ്റമിൻ ഡിക്ക് രണ്ട് രൂപങ്ങളുണ്ട്, കോൾ കാൽസിഫെറോൾ ആൻഡ് എർഗോ കാൽസിഫെറോൾ. വൈറ്റമിൻ ഡി കാൽസ്യത്തിനെ അബ്സോർബ് ചെയ്യാൻ സഹായിക്കുന്നു. എല്ലിൻ്റെയും പല്ലിൻ്റെയും വളർച്ചയ്ക്ക് ആവശ്യമായ വൈറ്റമിനാണ് വൈറ്റമിൻ ഡി. ഇങ്ങനെ ചോദിക്കാറുണ്ട്, എല്ലിൻ്റെയും പല്ലിൻ്റെയും വളർച്ചയ്ക്ക് ആവശ്യമായ വൈറ്റമിൻ ഏതാണെന്ന്. അതിൻ്റെ ആൻസർ വൈറ്റമിൻ ഡി ആണ്, അതായത് കാൽസിഫെറോൾ ആണ്. ബേസിക്ക് എപ്പോഴും ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്, ആഹാരത്തിൽ നിന്ന് ലഭിക്കാത്ത വൈറ്റമിൻ ഏതാണെന്ന്. ആഹാരത്തിൽ നിന്ന് ലഭിക്കാത്ത വൈറ്റമിനാണ് വൈറ്റമിൻ ഡി. വൈറ്റമിൻ ഡി സൂര്യപ്രകാശത്തിൽ നിന്ന് ലഭിക്കുന്ന വൈറ്റമിനാണ്. അതുകൊണ്ട് തന്നെ വൈറ്റമിൻ ഡിയുടെ വേറൊരു പേരാണ് സൺഷൈൻ വൈറ്റമിൻ. സൺഷൈൻ വൈറ്റമിൻ എന്നറിയപ്പെടുന്നത് വൈറ്റമിൻ ഡി ആണ്. കാൽസിഫെറോൾ ആണ് സൺഷൈൻ വൈറ്റമിൻ എന്നറിയപ്പെടുന്നത്. പച്ചക്കറികളിൽ നിന്ന് ലഭിക്കാത്ത വൈറ്റമിൻ ഏതാണെന്ന് ചോദിക്കാറുണ്ട്. പച്ചക്കറികളിൽ നിന്ന് ലഭിക്കാത്ത ഒരേ ഒരു വൈറ്റമിൻ ഡി ആണ്. വൈറ്റമിൻ ഡിയെ പറ്റി പഠിക്കുന്ന വേറൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, സ്റ്റിറോയിഡ് വൈറ്റമിൻ എന്നറിയപ്പെടുന്നത് വൈറ്റമിൻ ഡി ആണ്. സ്റ്റിറോയിഡ് വൈറ്റമിൻ ഡി ആണ്. സൺഷൈൻ വൈറ്റമിൻ ഡി ആണ്. പച്ചക്കറിയിൽ നിന്ന് ലഭിക്കാത്ത വൈറ്റമിൻ ഡി ആണ്. സൂര്യപ്രകാശത്തിലുള്ള UV റേസ് നമ്മളെ സ്കിന്നിൻ്റെ അടിയിലുള്ള അഡിപ്പോസ് ടിഷ്യൂവിലുള്ള ഫാറ്റിനെയാണ് വൈറ്റമിൻ ഡി ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നത്. വൈറ്റമിൻ ഡി ആയിട്ട് ബന്ധപ്പെട്ട അടുത്തൊരു ക്വസ്റ്റ്യൻ ആണ്, സസ്യങ്ങളിൽ കാണപ്പെടുന്ന വൈറ്റമിൻ ഡി ആയി മാറുന്ന കൊഴുപ്പ് ഏതാണെന്നുള്ള ചോദ്യം. സസ്യങ്ങളിൽ കാണപ്പെടുന്ന വൈറ്റമിൻ ഡി ആയി മാറുന്ന കൊഴുപ്പാണ് എർഗോസ്റ്റീറോൾ. എർഗോസ്റ്റീറോൾ സസ്യങ്ങളിൽ കാണപ്പെടുന്ന വൈറ്റമിൻ ഡി ആയി മാറുന്ന കൊഴുപ്പാണ്. അടുത്ത ഇമ്പോർട്ടൻ്റ് ആയ ക്വസ്റ്റ്യൻ ആണ് വൈറ്റമിൻ ഡിയുടെ അപര്യാപ്തത രോഗങ്ങൾ. കുട്ടികളിൽ വൈറ്റമിൻ ഡിയുടെ അപര്യാപ്തത മൂലമുണ്ടാകുന്ന രോഗമാണ് കണരോഗം. അതുപോലെ വലിയവരിൽ ഉണ്ടാകുന്നതാണ് ഓസ്റ്റിയോമലേഷ്യ. ഓസ്റ്റിയോമലേഷ്യ വലിയവരിലും കുട്ടികളിലുണ്ടാകുന്ന റിക്കറ്റ്സ് അല്ലെങ്കിൽ കണരോഗം. റിക്കറ്റ്സ് കണ എന്ന് പറയുന്നത് കുട്ടികളിൽ ഉണ്ടാകുന്ന രോഗമാണ്. വലിയവരിൽ വൈറ്റമിൻ ഡിയുടെ ഡെഫിഷ്യൻസി കൊണ്ടുണ്ടാകുന്നത് ഓസ്റ്റിയോമലേഷ്യ. വൈറ്റമിൻ എയുടെ അപര്യാപ്തത രോഗമാണ് നിശാന്തത. അത് വലിയവരിലുണ്ടാകുന്നത്. കുട്ടികളിലാവുമ്പോൾ സിറോഫ്താൽമിയ. വൈറ്റമിൻ ഡിയുടെ കുട്ടികളിലുണ്ടാകുന്ന രോഗം, വൈറ്റമിൻ ഡിയുടെ അപര്യാപ്തത മൂലം കുട്ടികളിലുണ്ടാകുന്ന രോഗം റിക്കറ്റ്സ് അല്ലെങ്കിൽ കണരോഗം. വലിയവരിൽ അത് ഓസ്റ്റിയോമലേഷ്യ. ഓസ്റ്റിയോ എന്ന വാക്ക് എല്ലുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നതാണ്. അങ്ങനെ നമുക്കത് പെട്ടെന്ന് പഠിക്കാൻ പറ്റും, ഓസ്റ്റിയോമലേഷ്യ എന്നുള്ളത്. വൈറ്റമിൻ ഡിയെ പറ്റിയിട്ടുള്ള കാര്യങ്ങൾ ഒന്നും കൂടി ബ്രീഫായിട്ട് പറയാം. വൈറ്റമിൻ ഡിയുടെ മറ്റൊരു പേര് കാൽസിഫെറോൾ. വൈറ്റമിൻ എയുടെ മറ്റൊരു പേര് റെറ്റിനോൾ. എല്ലിൻ്റെയും പല്ലിൻ്റെയും വളർച്ചയ്ക്ക് സഹായിക്കുന്ന വൈറ്റമിൻ ഡി. ആഹാരത്തിൽ നിന്ന്, ഇലക്കറികളിൽ നിന്ന് ലഭിക്കാത്ത ഒരേ ഒരു വൈറ്റമിൻ ഡി. സൺഷൈൻ വൈറ്റമിൻ എന്നറിയപ്പെടുന്നത് വൈറ്റമിൻ ഡി. സ്റ്റിറോയിഡ് വൈറ്റമിൻ എന്നറിയപ്പെടുന്നത് വൈറ്റമിൻ ഡി. വൈറ്റമിൻ ഡിയുടെ അപര്യാപ്തത രോഗങ്ങൾ കണ അല്ലെങ്കിൽ റിക്കറ്റ്സ്, അത് കുട്ടികളിലുണ്ടാകുന്നു. ഓസ്റ്റിയോമലേഷ്യ വലിയവരിലുണ്ടാകുന്നു. ഇനി നമുക്ക് അടുത്ത ഫാറ്റ് സോല്യൂബിൾ വൈറ്റമിൻസ് ആയ വൈറ്റമിൻ ഇയെ പറ്റി പഠിക്കാം. അടക്കിൽ ADEKയിൽ എയെ പറ്റി പഠിച്ചു, ഡിയെ പറ്റി പഠിച്ചു. നമുക്ക് ഇയെ പറ്റി പഠിക്കാം. വൈറ്റമിൻ ഇയെ പറ്റി പഠിക്കാം. വൈറ്റമിൻസിനെ പറ്റി പഠിക്കുമ്പോൾ ആദ്യം പഠിക്കേണ്ടത്, മെയിനായിട്ട് പഠിക്കേണ്ട, വേറെ ഒന്നും പഠിച്ചില്ലെങ്കിലും മെയിനായിട്ട് പഠിക്കേണ്ട ഒരു കാര്യം വൈറ്റമിൻ്റെ ശാസ്ത്രീയ നാമവും അതിൻ്റെ അപര്യാപ്തത രോഗങ്ങളുമാണ് വൈറ്റമിനെ പറ്റിയിട്ട് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ വൈറ്റമിൻ ഇയിലെ ശാസ്ത്രീയ നാമം എന്ന് പറയുന്നത് ടോക്കോഫെറോൾ. വൈറ്റമിൻ എയുടേത് റെറ്റിനോൾ, വൈറ്റമിൻ ഡിയുടേത് കാൽസിഫെറോൾ ആൻഡ് വൈറ്റമിൻ ഇയുടേത് ടോക്കോഫെറോൾ. വൈറ്റമിൻ ഇ എന്ന് പറയുന്നത് ഹൃദയത്തിൻ്റെ വളർച്ചയ്ക്ക് ആവശ്യമായ വൈറ്റമിനാണ് വൈറ്റമിൻ ഇ. ഹൃദയത്തിൻ്റെ വളർച്ചയ്ക്ക് ആവശ്യമായ വൈറ്റമിനാണ് വൈറ്റമിൻ ഇ. അതുപോലെ പ്രത്യുൽപാദന അവയവത്തിൻ്റെ ശരിയായ പ്രവർത്തനത്തിന് ആവശ്യമായ വൈറ്റമിനാണ് വൈറ്റമിൻ ഇ. ബ്യൂട്ടി വൈറ്റമിൻ എന്നറിയപ്പെടുന്നത് വൈറ്റമിൻ ഇ ആണ്. ഹൃദയത്തിൻ്റെ വളർച്ചയ്ക്ക് ആവശ്യമായത് വൈറ്റമിൻ ഇ ആണ്. പ്രത്യുൽപാദന അവയവങ്ങളുടെ ശരിയായ പ്രവർത്തനത്തിന് വൈറ്റമിൻ ഇ ആവശ്യമാണ്. ബ്യൂട്ടി വൈറ്റമിൻ എന്നറിയപ്പെടുന്നത് വൈറ്റമിൻ ഇ ആണ്. വൈറ്റമിൻ ഇയുടെ വേറൊരു പേരാണ് ടോക്കോഫെറോൾ. വൈറ്റമിൻ ഇ കൂടുതലായി കാണപ്പെടുന്നത് എഗ് യോക്കിൽ, അതായത് മുട്ടയുടെ മഞ്ഞയിൽ, മുരിങ്ങ, മുളപ്പിച്ച പയറ്, സസ്യ എണ്ണ, ഇതെല്ലാമാണ് വൈറ്റമിൻ ഇയുടെ പ്രധാന സ്രോതസ്സ്. വൈറ്റമിൻ ഇയുടെ കുറവ് മൂലമുണ്ടാകുന്ന രോഗം വന്ധ്യത. വൈറ്റമിൻ ഇ എന്ന് പറയുന്നത് പ്രത്യുൽപാദന അവയവങ്ങളുടെ ശരിയായ പ്രവർത്തനത്തിന് ആവശ്യമായ വൈറ്റമിനാണ് വൈറ്റമിൻ ഇ. അതുകൊണ്ട് തന്നെ വൈറ്റമിൻ ഇയുടെ അപര്യാപ്തത രോഗം വന്ധ്യതയാണ്. സാധാരണ PSCയിൽ ചോദിക്കുന്ന വേറൊരു ക്വസ്റ്റ്യനാണ്, ഹോർമോണായി പ്രവർത്തിക്കുന്ന ജീവകം ഏതാണെന്നുള്ളത്. ഹോർമോണായി പ്രവർത്തിക്കുന്ന ജീവകം വൈറ്റമിൻ ഇ ആണ്. വൈറ്റമിൻ ഇ ആണ് ഹോർമോണായി പ്രവർത്തിക്കുന്ന ജീവകം. അടുത്ത അതുപോലെ ഒരു ക്വസ്റ്റ്യൻ വരാറുള്ളത്, നിരോക്സീകാരിയായ ജീവകം, അതായത് ആൻറ്റി ഓക്സിഡൻ്റായി
ജീവകം ഏതാണെന്നുള്ളത്. നിരോക്സീകാരിയായ ജീവകം വൈറ്റമിൻ ഇ ആണ്. ഫാറ്റ് സോല്യൂബിൾ വൈറ്റമിൻസിലെ അവസാനത്തെ വൈറ്റമിനായ, അതായത് അടക്കിലെ അവസാനത്തെ വൈറ്റമിനായ വൈറ്റമിൻ കെ പറ്റിയാണ് നമ്മൾ പഠിക്കുന്നത്. വൈറ്റമിൻ കെയുടെ ശാസ്ത്രീയ നാമമാണ് ഫില്ലോക്വിനോൺ. വൈറ്റമിൻ എയുടേത് റെറ്റിനോൾ, വൈറ്റമിൻ ഡിയുടേത് കാൽസിഫെറോൾ, വൈറ്റമിൻ ഇയുടേത് ടോക്കോഫെറോൾ ആൻഡ് വൈറ്റമിൻ കെൻ്റേത് ഫില്ലോക്വിനോൺ. വൈറ്റമിൻ കെയുടെ പ്രധാന ഉപയോഗം എന്ന് പറയുന്നത് രക്തം കട്ടപിടിക്കാൻ സഹായിക്കുന്ന വൈറ്റമിനാണ് വൈറ്റമിൻ കെ. വൈറ്റമിൻ എ എന്ന് പറയുന്നത് കണ്ണിൻ്റെ വളർച്ചയ്ക്ക് ആവശ്യമായ വൈറ്റമിൻ. വൈറ്റമിൻ ഡി എന്ന് പറയുന്നത് കാൽസ്യത്തിൻ്റെ അബ്സോർപ്ഷന് ആവശ്യമായ വൈറ്റമിൻ, അതായത് എല്ലിൻ്റെയും പല്ലിൻ്റെയും ബലത്തിന് ആവശ്യമായത് വൈറ്റമിൻ ഡി. ആൻഡ് വൈറ്റമിൻ ഇ എന്ന് പറയുന്നത് പ്രത്യുൽപാദന അവയവങ്ങൾക്ക് ശരിയായ പ്രവർത്തനത്തിന് വൈറ്റമിൻ ഇ. ആൻഡ് വൈറ്റമിൻ കെ എന്ന് പറയുന്നത് രക്തം കട്ടപിടിക്കാൻ സഹായിക്കുന്ന വൈറ്റമിനാണ് വൈറ്റമിൻ കെ. ക്വസ്റ്റ്യൻ വേറെ രീതിയിൽ ചോദിക്കാറുണ്ട്, കൊയാഗുലേഷൻ വൈറ്റമിൻ ഏതാണെന്നുള്ളത്. കൊയാഗുലേഷൻ എന്ന് പറയുന്നത് രക്തം കട്ടപിടിക്കുന്ന പ്രവർത്തനത്തിനെയാണ് കൊയാഗുലേഷൻ എന്ന് പറയുന്നത്. കൊയാഗുലേഷൻ വൈറ്റമിൻ എന്ന് പറയുന്നത് വൈറ്റമിൻ കെ ആണ്. ഓർക്കാലോ, വൈറ്റമിൻ കെയുടെ ഡെഫിഷ്യൻസി മൂലം ഉണ്ടാകുന്നത് എന്താണ്? അമിതമായ രക്തസ്രാവമാണ് വൈറ്റമിൻ കെയുടെ ഡെഫിഷ്യൻസി മൂലം ഉണ്ടാകുന്നത്. വൈറ്റമിൻ എയുടെ ഡെഫിഷ്യൻസി മൂലം ഉണ്ടാകുന്നത് സിറോഫ്താൽമിയയും മാലക്കണ്ടും. വൈറ്റമിൻ ഡിയുടെ ഡെഫിഷ്യൻസി മൂലം ഉണ്ടാകുന്നത് കണരോഗം അല്ലെങ്കിൽ റിക്കറ്റ്സ്, ഓസ്റ്റിയോ മലേഷ്യ. ആൻഡ് വൈറ്റമിൻ ഇയുടെ ഡെഫിഷ്യൻസി മൂലം ഉണ്ടാകുന്നത് സ്റ്റെറിലിറ്റി, വന്ധ്യത. വൈറ്റമിൻ കെയുടെ ഡെഫിഷ്യൻസി മൂലം ഉണ്ടാകുന്നത് എന്താണ്? അമിത രക്തസ്രാവം. പിന്നെ വൈറ്റമിൻ കെയുമായി ബന്ധപ്പെട്ട് ചോദിക്കുന്ന വേറെ ക്വസ്റ്റ്യൻ എന്ന് വെച്ചാൽ, ചെറുകുടലിലെ ബീറ്റ കരോട്ടിൻ നിർമ്മിക്കുന്ന വൈറ്റമിൻ ഏതാണെന്ന്. ചെറുകുടലിലെ ബീറ്റ കരോട്ടിൻ നിർമ്മിക്കുന്ന വൈറ്റമിനാണ് വൈറ്റമിൻ കെ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, അടുത്ത വൈറ്റമിൻ കെയുമായി ബന്ധപ്പെട്ട് വേറെ സ്ഥിരമായിട്ട് വരാനുള്ള ഒരു കാര്യമാണ്, കരളിൻ്റെ പ്രവർത്തനത്തിന് ആവശ്യമായ വൈറ്റമിനാണ് വൈറ്റമിൻ കെ. കരളിൽ സ്റ്റോർ ചെയ്യുന്ന വൈറ്റമിൻ എന്ന് ചോദിച്ചാൽ വൈറ്റമിൻ എ ആണ്. പക്ഷേ കരളിൻ്റെ പ്രവർത്തനത്തിന് ആവശ്യമായ വൈറ്റമിൻ എന്ന് പറഞ്ഞാൽ വൈറ്റമിൻ കെ ആണ്. പിന്നെ ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്, ഹീമോഫീലിയ അല്ലെങ്കിൽ റോയൽ ഡിസീസ് എന്നൊക്കെ പറയുന്നത് ഏത് വൈറ്റമിൻസിൻ്റെ കുറവ് മൂലം ഉണ്ടാകുന്ന രോഗമാണെന്നത്. വൈറ്റമിൻ കെയുടെ കുറവ് മൂലമാണ് ഹീമോഫീലിയ, റോയൽ ഡിസീസ് എന്നൊക്കെ അറിയപ്പെടുന്ന രോഗങ്ങൾ ഉണ്ടാകുന്നത്. ഇത് രണ്ടും രക്തം കട്ടപിടിക്കാത്ത രോഗങ്ങളാണ്, ഹീമോഫീലിയ ആൻഡ് റോയൽ ഡിസീസ്. ഇപ്പോൾ നമ്മൾ ഇതുവരെ പഠിച്ചത് ഫാറ്റ് സോല്യൂബിൾ വൈറ്റമിൻസ് ആണ്, അതായത് എണ്ണയിൽ ലയിക്കുന്ന വൈറ്റമിൻസ് ആണ് അടക്ക്. ഇനി നമുക്ക് പഠിക്കാനുള്ളത് വെള്ളത്തിൽ ലയിക്കുന്ന വൈറ്റമിൻസ്. വെള്ളത്തിൽ ലയിക്കുന്ന വൈറ്റമിൻസ് എന്ന് പറയുന്നത് വൈറ്റമിൻ ബി കോംപ്ലക്സും വൈറ്റമിൻ സിയും ആണ്. വൈറ്റമിൻ ബി കോംപ്ലക്സ് എന്ന് പറയുന്നത് 8 വൈറ്റമിൻസ് ചേർന്നതാണ് വൈറ്റമിൻ ബി കോംപ്ലക്സ്. അതായത് 1 വൈറ്റമിൻ B1, വൈറ്റമിൻ B2 ആൻഡ് വൈറ്റമിൻ B3, അല്ല വൈറ്റമിൻ B4 ഇല്ല, വൈറ്റമിൻ B5, പിന്നെ വൈറ്റമിൻ B6, വൈറ്റമിൻ B7 ആൻഡ് വൈറ്റമിൻ B8 ഇല്ല, വൈറ്റമിൻ B9 ആൻഡ് ഓൾസോ വൈറ്റമിൻ B12. നമുക്കിത് പഠിക്കാൻ ഓർക്കാൻ എളുപ്പം എന്ന് വെച്ചാൽ 1 മുതൽ 9 വരെയുള്ളതിൽ 4ഉം 8ഉം 4ൻ്റെ ഗുണിതമായ 8ഉം അല്ലാത്ത എല്ലാ വൈറ്റമിൻസും ഉണ്ട്. അങ്ങനെ മൊത്തം 7 വൈറ്റമിൻസ്. 1 മുതൽ 9 വരെയുള്ളതിൽ 8ഉം ഇല്ല 4ഉം ഇല്ല, ബാക്കി 7 വൈറ്റമിൻസ്. അതായത് വൈറ്റമിൻ B1 ബി മുതൽ വൈറ്റമിൻ 4 ഇല്ല, വൈറ്റമിൻ 8ഉം ഇല്ല, ബാക്കിയെല്ലാം ഉണ്ട്. അതുപോലെ അത് കഴിഞ്ഞിട്ട് ഇങ്ങനെ 7 എണ്ണവും പിന്നെ വൈറ്റമിൻ B12ഉം ഇങ്ങനെ ഓർത്ത് വെച്ചാൽ മതി. 4ഉം 8ഉം ഇല്ല, അങ്ങനെ 1 to 9 വരെയും പിന്നെ വൈറ്റമിൻ B12ഉം നമുക്ക് ഓർത്ത് വെക്കാൻ അതാണ് ഈസി. അത് നമുക്ക് വൈറ്റമിൻ B1നെ പഠിക്കാം. വൈറ്റമിൻ B1ൻ്റെ ശാസ്ത്രീയ നാമം തൈമിൻ. വൈറ്റമിൻ B1ൻ്റെ ശാസ്ത്രീയ നാമം എന്ന് പറയുന്നത് തൈമിനാണ്. തവിടിൽ കാണപ്പെടുന്ന വൈറ്റമിനാണ് വൈറ്റമിൻ B1. തവിടിൽ കാണപ്പെടുന്ന വൈറ്റമിൻ B1ൻ്റെ പേരാണ് തൈമിൻ. തൈമിൻ തവിടിൽ കാണപ്പെടുന്നു. വൈറ്റമിൻ B1നെ പറ്റി സ്ഥിരമായി ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യനാണ്, അമിത മദ്യപാനികൾക്ക് നൽകുന്ന വൈറ്റമിൻ ഏതാണെന്ന്. അമിത മദ്യപാനികൾക്ക് നൽകുന്ന വൈറ്റമിനാണ് വൈറ്റമിൻ B1, ദാറ്റ് ഈസ് തൈമിൻ. അടുത്ത ക്വസ്റ്റ്യൻ, കാർബോഹൈഡ്രേറ്റിനെ ഊർജ്ജമാക്കി മാറ്റുന്ന വൈറ്റമിൻ ഏതാണെന്നുള്ള ചോദ്യമാണ്. കാർബോഹൈഡ്രേറ്റിനെ ഊർജ്ജമാക്കി മാറ്റുന്ന വൈറ്റമിനാണ് വൈറ്റമിൻ B1. വൈറ്റമിൻ B1 തൈമിനാണ് കാർബോഹൈഡ്രേറ്റിനെ ഊർജ്ജമാക്കി മാറ്റുന്നത്. വൈറ്റമിൻ B1ൻ്റെ ഡെഫിഷ്യൻസി മൂലമുണ്ടാകുന്ന രോഗമാണ് ബെറിബറി. അത് ഐക്കാൻ ഡിസീസ് എന്നാണ് ബെറിബറി ഡിസീസിൻ്റെ മറ്റൊരു പേര്. ബെറിബറി ഒരു നാഡീവ്യൂഹത്തിനെ ബാധിക്കുന്ന ഒരു രോഗമാണ് ബെറിബറി. അത്
അതിൻ്റെ മറ്റൊരു പേരാണ് ഐ ക്യാൻ ഡിസീസ്. എനിക്ക് കഴിയുന്നില്ല എന്നുള്ള പേരിൽ അറിയപ്പെടുന്ന രോഗമാണ് ബെറിബെറി. അത് എന്തിൻ്റെ ഡെഫിഷ്യൻസി മൂലമുണ്ടാകുന്നതാണ്? വൈറ്റമിൻ B1 തൈമിൻ്റെ ഡെഫിഷ്യൻസി മൂലമുണ്ടാകുന്ന രോഗമാണ് ബെറിബെറി. നമ്മൾ വൈറ്റമിൻ B1നെ പറ്റി പഠിച്ചത്. വൈറ്റമിൻ B1ൻ്റെ പേര് തൈമിൻ. തവിടിൽ നിന്നാണ് കാണപ്പെടുന്നത്. അമിത മദ്യപാനികൾക്ക് നൽകുന്ന വൈറ്റമിനാണ് വൈറ്റമിൻ B1. വൈറ്റമിൻ B1 ആണ് കാർബോഹൈഡ്രേറ്റിനെ ഊർജ്ജമാക്കി മാറ്റുന്നത്. വൈറ്റമിൻ B1ൻ്റെ ഡെഫിഷ്യൻസി രോഗമാണ് ബെറിബെറി, ദാറ്റ് ഈസ് ഐ ക്യാൻ ഡിസീസ്. അടുത്തത് നമുക്ക് വൈറ്റമിൻ B2. വൈറ്റമിൻ B2ൻ്റെ പേരാണ് റൈബോഫ്ലാവിൻ. വൈറ്റമിൻ B1ൻ്റെ പേര് തൈമിൻ, വൈറ്റമിൻ B2ൻ്റെ പേര് റൈബോഫ്ലാവിൻ. വൈറ്റമിൻ B2ൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ ക്വസ്റ്റ്യൻസിൽ സൂര്യപ്രകാശം തട്ടിയാൽ നഷ്ടപ്പെടുന്ന വൈറ്റമിൻ ഏതാണെന്നുള്ള ക്വസ്റ്റ്യനാണ്. സൂര്യപ്രകാശം തട്ടിയാൽ നഷ്ടപ്പെടുന്ന വൈറ്റമിൻ B2 ആണ്. വൈറ്റമിൻ B2 റൈബോഫ്ലാവിൻ ആണ് സൂര്യപ്രകാശം തട്ടിയാൽ നഷ്ടപ്പെടുന്ന വൈറ്റമിൻ. വൈറ്റമിൻ B2 പാലിൻ്റെ മഞ്ഞയ്ക്ക് കാരണമായ വൈറ്റമിനാണ് വൈറ്റമിൻ B2. പാലിൽ കാണപ്പെടുന്ന മഞ്ഞ നിറത്തിന് കാരണമായ വൈറ്റമിനാണ് വൈറ്റമിൻ B2. സൺലൈറ്റ് കൊണ്ട് ഡിസപ്പിയർ ചെയ്യുന്ന വൈറ്റമിനാണ് വൈറ്റമിൻ B2, ദാറ്റ് ഈസ് റൈബോഫ്ലാവിൻ. റൈബോഫ്ലാവിൻ്റെ കുറവ് മൂലമുണ്ടാകുന്ന അസുഖമാണ് വായ്പുണ്ണ്, ത്വക്ക് വീണ്ട് കീറൽ എന്നെല്ലാം. വൈറ്റമിൻ G എന്ന പേരിലും അറിയപ്പെടുന്ന വൈറ്റമിനാണ് വൈറ്റമിൻ B2. റൈബോഫ്ലാവിനെ പറ്റിയിട്ട് പഠിക്കുന്നത് വൈറ്റമിൻ B2ൻ്റെ പേര് റൈബോഫ്ലാവിൻ. പാലിൽ കാണപ്പെടുന്ന മഞ്ഞ നിറത്തിന് കാരണം റൈബോഫ്ലാവിൻ. സൂര്യപ്രകാശം തട്ടിയാൽ നഷ്ടമാകുന്ന വൈറ്റമിൻ B2 റൈബോഫ്ലാവിൻ. ആൻഡ് വൈറ്റമിൻ B2ൻ്റെ ഡെഫിഷ്യൻസി മൂലമുണ്ടാകുന്ന രോഗമാണ് വായ്പുണ്ണ്, ത്വക്ക് വിണ്ടുകീറൽ. ആൻഡ് വൈറ്റമിൻ G എന്നറിയപ്പെടുന്ന വൈറ്റമിനാണ് വൈറ്റമിൻ B2, ദാറ്റ് ഈസ് റൈബോഫ്ലാവിൻ. നെക്സ്റ്റ് നമുക്ക് പഠിക്കുന്നത് വൈറ്റമിൻ B3 ആണ്. വൈറ്റമിൻ B1 തൈമിൻ, വൈറ്റമിൻ B2 റൈബോഫ്ലാവിൻ ആൻഡ് വൈറ്റമിൻ B3 നിയാസിൻ അല്ലെങ്കിൽ നിക്കോട്ടിനിക് ആസിഡ് ആണ് വൈറ്റമിൻ B3. വൈറ്റമിൻ B3യുടെ ഡെഫിഷ്യൻസി മൂലമുണ്ടാകുന്ന വൈറ്റമിൻ B3 നിയാസിൻ നിക്കോട്ടിനിക് ആസിഡിൻ്റെ ഡെഫിഷ്യൻസി മൂലമുണ്ടാകുന്ന അസുഖമാണ് പെല്ലഗ്ര. പെല്ലഗ്രയുടെ മറ്റൊരു പേരാണ് 4D സിൻഡ്രോം. അടുത്തത് വൈറ്റമിൻ B5. വൈറ്റമിൻ B5ൻ്റെ പേരാണ്, ശാസ്ത്രീയ നാമമാണ് പാന്തോത്തനിക് ആസിഡ്. പാന്തോത്തനിക് ആസിഡാണ് വൈറ്റമിൻ B5. വൈറ്റമിൻ B1 തൈമിൻ, വൈറ്റമിൻ B2 റൈബോഫ്ലാവിൻ ആൻഡ് വൈറ്റമിൻ B3 നിയാസിൻ ഓർ നിക്കോട്ടിനിക് ആസിഡ് ആൻഡ് വൈറ്റമിൻ B5 എന്ന് പറയുന്നത് പാന്തോത്തനിക് ആസിഡ്. വൈറ്റമിൻ B5ൻ്റെ ഡെഫിഷ്യൻസി മൂലമുണ്ടാകുന്ന അസുഖമാണ് പാരസ്തേഷ്യ. വൈറ്റമിൻ B1 എന്ന് പറയുന്നത് തൈമിൻ്റെ ഡെഫിഷ്യൻസി മൂലമുണ്ടാകുന്ന രോഗം ബെറിബെറി. വൈറ്റമിൻ B2 റൈബോഫ്ലാവിൻ, അതിൻ്റെ ഡെഫിഷ്യൻസി മൂലമുണ്ടാകുന്ന രോഗം വായ്പുണ്ണ്, ത്വക്ക് വീണ്ട് കീറൽ. വൈറ്റമിൻ B2 നിയാസിൻ ഓർ നിക്കോട്ടിനിക് ആസിഡ്, അതിൻ്റെ ഡെഫിഷ്യൻസി മൂലമുണ്ടാകുന്ന അസുഖം പെല്ലഗ്ര. ആൻഡ് വൈറ്റമിൻ B5ൻ്റെ പേര് പാന്തോത്തനിക് ആസിഡ് ആൻഡ് ഡെഫിഷ്യൻസി മൂലമുണ്ടാകുന്ന രോഗം എന്ന് പറയുന്നത് പാരസ്തേഷ്യ. അടുത്തത് നമുക്ക് വൈറ്റമിൻ B6നെ പറ്റി പഠിക്കാം. വൈറ്റമിൻ B6ൻ്റെ പിരിഡോക്സിൻ. വൈറ്റമിൻ B6 എന്ന് പറയുന്നത് പിരിഡോക്സിൻ. വൈറ്റമിൻ B1 എന്ന് പറയുന്നത് തൈമിൻ, വൈറ്റമിൻ B2 റൈബോഫ്ലാവിൻ, വൈറ്റമിൻ B3 നിയാസിൻ ഓർ നിക്കോട്ടിനിക് ആസിഡ് ആൻഡ് വൈറ്റമിൻ B5 പാന്തോത്തനിക് ആസിഡ് ആൻഡ് വൈറ്റമിൻ B6 പെരിഡോക്സിൻ. പെരിഡോക്സിൻ ആണ് വൈറ്റമിൻ B6. വൈറ്റമിൻ B6ൻ്റെ ഡെഫിഷ്യൻസി രോഗം എന്ന് പറയുന്നത് ഉറക്കമില്ലായ്മയാണ്. ഉത്കണ്ഠയ്ക്കൊക്കെ കാരണം വൈറ്റമിൻ B6ൻ്റെ ഡെഫിഷ്യൻസിയാണ്. പിരിഡോക്സിൻ്റെ ഡെഫിഷ്യൻസി മൂലമുണ്ടാകുന്ന അസുഖമാണ് ഉറക്കമില്ലായ്മ അല്ലെങ്കിൽ ഉത്കണ്ഠ. വൈറ്റമിൻ B6ൻ്റെ അഭാവം മൂലം ഉണ്ടാകുന്ന പ്രധാന രോഗമാണ് അനീമിയ അല്ലെങ്കിൽ രക്തക്കുറവ് അല്ലെങ്കിൽ വിളർച്ച എന്നറിയപ്പെടുന്നത്. അത് മൈക്രോസൈറ്റിക് അനീമിയയാണ് വൈറ്റമിൻ B6ൻ്റെ കുറവ് മൂലമുണ്ടാകുന്ന അനീമിയ. മൈക്രോസൈറ്റിക് അനീമിയക്ക് കാരണമാണ് വൈറ്റമിൻ B6ൻ്റെ ഡെഫിഷ്യൻസി. അതായത് പിരിഡോക്സിൻ്റെ ഡെഫിഷ്യൻസി മൂലമുണ്ടാകുന്ന അനീമിയയാണ് മൈക്രോസൈറ്റിക് അനീമിയ. അടുത്തത് നമുക്ക് വൈറ്റമിൻ B7നെ പറ്റി പഠിക്കാം. വൈറ്റമിൻ B7ൻ്റെ ശാസ്ത്രീയ നാമമാണ് ബയോട്ടിൻ. വൈറ്റമിൻ B1ൻ്റെത് തൈമിൻ, വൈറ്റമിൻ B2 റൈബോഫ്ലാവിൻ, വൈറ്റമിൻ B3 നിയാസിൻ ഓർ നിക്കോട്ടിനിക് ആസിഡ് ആൻഡ് വൈറ്റമിൻ B5 പാന്തോത്തനിക് ആസിഡ് ആൻഡ് വൈറ്റമിൻ B6 പെരിഡോക്സി, വൈറ്റമിൻ B7 ബയോട്ടിൻ. വൈറ്റമിൻ H എന്നറിയപ്പെടുന്ന വൈറ്റമിനാണ് വൈറ്റമിൻ 7. ബയോട്ടിനാണ് വൈറ്റമിൻ H എന്നറിയപ്പെടുന്നത്. നമ്മൾ നേരത്തെ പഠിച്ചു വൈറ്റമിൻ G എന്നറിയപ്പെടുന്നത് വൈറ്റമിൻ B2 റൈബോഫ്ലാവിനാണ് വൈറ്റമിൻ G എന്നറിയപ്പെടുന്നത്. വൈറ്റമിൻ H എന്നറിയപ്പെടുന്നത് വൈറ്റമിൻ B7 ബയോട്ടിൻ ആണ് വൈറ്റമിൻ H.
അടുത്തത് എലൈസ കിറ്റിൽ യൂസ് ചെയ്യുന്ന വൈറ്റമിൻ ഏതാണെന്നുള്ള ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. അതിൻ്റെ ആൻസർ വൈറ്റമിൻ B7 ആണ്. വൈറ്റമിൻ B7 ബയോട്ടിൻ ആണ്. എലൈസ കിറ്റിൽ എലൈസ HIV പോലുള്ള ടെസ്റ്റിന് യൂസ് ചെയ്യുന്ന എലൈസ കിറ്റിൽ യൂസ് ചെയ്യുന്ന വൈറ്റമിനാണ് വൈറ്റമിൻ B7 ബയോട്ടിൻ. വൈറ്റമിൻ B7 ബയോട്ടിൻ്റെ കുറവ് മൂലമുണ്ടാകുന്നത് അസുഖം എന്ന് പറയുന്നത് സെബോറിയ, മുടികൊഴിച്ചിൽ എന്നെല്ലാമാണ് വൈറ്റമിൻ B7 ബയോട്ടിൻ്റെ കുറവ് മൂലമുണ്ടാകുന്നത്. വൈറ്റമിൻ B1ൻ്റെ കുറവ് മൂലമുണ്ടാകുന്നത് ബെറിബെറി. വൈറ്റമിൻ B2ൻ്റെ കുറവ് മൂലമുണ്ടാകുന്നത് വായ്പുണ്ണ്, ത്വക്ക് വീണ്ട് കീറൽ. വൈറ്റമിൻ B3യുടെ കുറവ് മൂലമുണ്ടാകുന്നത് പെല്ലഗ്ര. വൈറ്റമിൻ B5ൻ്റെ കുറവ് മൂലമുണ്ടാകുന്നത് പാരസ്തീനിയ. ആൻഡ് വൈറ്റമിൻ B6ൻ്റെ കുറവ് മൂലമുണ്ടാകുന്നത് അനീമിയ, ഉറക്കമില്ലായ്മ. വൈറ്റമിൻ B7ൻ്റെ കുറവ് മൂലമുണ്ടാകുന്നത് മുടികൊഴിച്ചിൽ ആൻഡ് സെബോറിയ. ഇനി അടുത്തത് വൈറ്റമിൻ B9 ആണ്. വൈറ്റമിൻ B9ൻ്റെ പേര് ഫോളിക് ആസിഡ്. വൈറ്റമിൻ B9 ഫോളിക് ആസിഡ്. വൈറ്റമിൻ B1 തൈമിൻ. വൈറ്റമിൻ B2 റൈബോഫ്ലാവിൻ. വൈറ്റമിൻ B3 നിയാസിൻ ഓർ നിക്കോട്ടിനിക് ആസിഡ്. വൈറ്റമിൻ B5 പാൻറ്റോത്തനിക് ആസിഡ്. ആൻഡ് വൈറ്റമിൻ B6 പെറിഡോക്സിൻ. വൈറ്റമിൻ B7 ബയോട്ടിൻ. ആൻഡ് വൈറ്റമിൻ B9 ഫോളിക് ആസിഡ്. ഫോളിക് ആസിഡ് നമുക്ക് യൂസ് ചെയ്യുന്നത് RBCയുടെ സിന്തസൈസിനാണ്. ശരീരത്തിലുള്ള രക്തത്തിലുള്ള ചുവന്ന രക്താണുക്കൾ അഥവാ റെഡ് ബ്ലഡ് സെൽസിന് വേണ്ടിയിട്ടുള്ള ഉൽപ്പാദനത്തിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന വൈറ്റമിനാണ് വൈറ്റമിൻ B2 ഫോളിക് ആസിഡ്. വൈറ്റമിൻ B2 ഫോളിക് ആസിഡാണ് നമ്മൾ RBCയുടെ സിന്തസിസിന് യൂസ് ചെയ്യുന്ന ഒരു വൈറ്റമിൻ. ഗർഭിണികൾക്ക് കൊടുക്കുന്ന വൈറ്റമിൻ ഏതാണെന്ന് ചോദ്യത്തിനും വൈറ്റമിൻ B9 ഫോളിക് ആസിഡാണ് ഉത്തരം. അതുപോലെ നേരത്തെ വിട്ടുപോയതാണ് വാക്സിനേഷന് ശേഷം കുട്ടികൾക്ക് കൊടുക്കുന്ന വൈറ്റമിൻ ഏതാണ് എന്നുള്ള ക്വസ്റ്റ്യനാണ്. ആൻസർ വൈറ്റമിൻ A ആണ്. വൈറ്റമിൻ A ആണ് വാക്സിനേഷന് ശേഷം കുട്ടികൾക്ക് നൽകുന്നത് വൈറ്റമിൻ A. ഗർഭിണികൾക്ക് കൊടുക്കുന്ന വൈറ്റമിനാണ് വൈറ്റമിൻ B9 ഫോളിക് ആസിഡ്. ഫോളിക് ആസിഡ് വൈറ്റമിൻ B9 നമ്മൾ യൂസ് ചെയ്യുന്നത് RBCയുടെ സിന്തസൈസിന് വേണ്ടിയാണ്. അതുകൊണ്ട് തന്നെ അതിൻ്റെ ഡെഫിഷ്യൻസി രോഗം അനീമിയയാണ്, അതായത് വിളർച്ചയാണ്, രക്തക്കുറവാണ് വൈറ്റമിൻ B9 ഫോളിക് ആസിഡിൻ്റെ കുറവ് മൂലമുണ്ടാകുന്ന അസുഖം. അത് മെഗലോബ്ലാസ്റ്റിക് അനീമിയയാണ്. വൈറ്റമിൻ B9ൻ്റെ കുറവ് കൊണ്ടുണ്ടാകുന്നത് മെഗലോബ്ലാസ്റ്റിക് അനീമിയ. വൈറ്റമിൻ B6ൻ്റെ കുറവ് മൂലമുണ്ടാകുന്നത് മൈക്രോസൈറ്റിക് അനീമിയ. മെഗലോബ്ലാസ്റ്റിക് അനീമിയ വൈറ്റമിൻ B9ൻ്റെ കുറവ് മൂലമുണ്ടാകുന്നതാണ്. മൈക്രോസൈറ്റിക് അനീമിയ എന്ന് പറയുന്നത് വൈറ്റമിൻ B6ൻ്റെ കുറവ് മൂലമുണ്ടാകുന്നതാണ്. ബി കോംപ്ലക്സിലെ ഏറ്റവും അവസാനത്തെ വൈറ്റമിനായ വൈറ്റമിൻ B12നെ പറ്റി പഠിക്കാം. വൈറ്റമിൻ B12ൻ്റെ ശാസ്ത്രീയ നാമമാണ് സൈനോകൊബാലമിൻ. വൈറ്റമിൻ B1 എന്ന് പറയുന്നത് തൈമിൻ. വൈറ്റമിൻ B2 റൈബോഫ്ലാവിൻ. വൈറ്റമിൻ B3 നിയാസിൻ ഓർ നിക്കോട്ടിനിക് ആസിഡ്. ആൻഡ് വൈറ്റമിൻ B5 പാൻറ്റോത്തനിക് ആസിഡ്. ആൻഡ് വൈറ്റമിൻ B6 പെറിഡോക്സിൻ. വൈറ്റമിൻ B7 ബയോട്ടിൻ. ആൻഡ് വൈറ്റമിൻ B9 ഫോളിക് ആസിഡ്. ആൻഡ് ലാസ്റ്റ് വൈറ്റമിൻ B12 സൈനോകൊബാലമിൻ. വൈറ്റമിൻ B12നെ പറ്റിയുള്ള പ്രധാന ക്വസ്റ്റ്യനാണ് കൊബാൾട്ട് കണ്ടെയ്നിങ് വൈറ്റമിൻ ഏതാണെന്നുള്ളത്. കൊബാൾട്ട് എന്ന മൂലകം ഉൾക്കൊള്ളുന്ന വൈറ്റമിനാണ് വൈറ്റമിൻ B12. കൊബാൾട്ട് കണ്ടെയ്നിങ് വൈറ്റമിനാണ് വൈറ്റമിൻ B12. കൊബാലമിൻ, സൈനോകൊബാലമിൻ എന്ന പേരിൽ നിന്ന് തന്നെ നമുക്കത് ഓർത്തു വെക്കാൻ പറ്റും. നമ്മുടെ ശരീരത്തിൽ കൊബാൾട്ട് അയണിനെ അബ്സോർബ് ചെയ്യാൻ, ഫുഡിലുള്ള അയണിനെ അബ്സോർബ് ചെയ്യാൻ സഹായിക്കുന്ന ഒരു മൂലകമാണ് കൊബാൾട്ട്. അതുകൊണ്ട് തന്നെ വൈറ്റമിൻ B12ൻ്റെ കുറവ് മൂലം നമുക്കുണ്ടാകുന്നത് അനീമിയയാണ്, വിളർച്ചയാണ്. അത് പെർനീഷ്യസ് അനീമിയയാണ് വൈറ്റമിൻ B12ൻ്റെ കുറവ് മൂലമുണ്ടാകുന്നത്. വൈറ്റമിൻ B6ൻ്റെ കുറവ് മൂലമുണ്ടാകുന്നത് മൈക്രോസൈറ്റിക് അനീമിയ. വൈറ്റമിൻ B9ൻ്റെ കുറവ് മൂലമുണ്ടാകുന്നത് മെഗ്ലോബ്ലാസ്റ്റിക് അനീമിയ. വൈറ്റമിൻ B12ൻ്റെ കുറവ് മൂലമുണ്ടാകുന്നത് പെർനീഷ്യസ് അനീമിയ. വൈറ്റമിൻ B12ൽ ചോദിക്കുന്ന വേറൊരു ക്വസ്റ്റ്യൻ മഴവെള്ളത്തിൽ കൂടുതൽ കാണുന്ന വൈറ്റമിൻ ഏതാണെന്നാണ്. അത് വൈറ്റമിൻ B12 ആണ്. മഴവെള്ളത്തിൽ കൂടുതൽ അടങ്ങിയിരിക്കുന്ന വൈറ്റമിൻ എന്ന് പറയുന്നത് വൈറ്റമിൻ B12 സൈനോകൊബാലമിൻ ആണ്. പിന്നെ ഏറ്റവും കൂടുതൽ വൈറ്റമിൻ B12 ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന ആഹാര പദാർത്ഥം എന്ന് പറയുന്നത് ചുവന്ന മാംസം എന്നാണ്. ഇനി നമുക്ക് വൈറ്റമിൻ സിയെ പറ്റി പഠിക്കാം. അവസാനത്തെ വൈറ്റമിനായ വൈറ്റമിൻ സിയെ പറ്റി പഠിക്കാം. വൈറ്റമിൻ സിയുടെ പേര് അസ്കോർബിക് ആസിഡ്. വൈറ്റമിൻ സി ധാരാളമായി കാണുന്നത് ഓറഞ്ച്, നെല്ലിക്ക, നാരങ്ങ തുടങ്ങിയ ഫലവർഗ്ഗങ്ങളിലാണ്. പാലിലും മുട്ടയിലും ഇല്ലാത്ത വൈറ്റമിൻ ഏതാണെന്ന് ചോദിച്ചാൽ വൈറ്റമിൻ സി ആണ്. അസ്കോർബിക് ആസിഡ് ആണ് പാലിലും മുട്ടയിലും ഇല്ലാത്ത വൈറ്റമിൻ.
അതുപോലെ വൈറ്റമിൻ സി അറിയപ്പെടുന്ന മറ്റൊരു പേരാണ് ഫ്രഷ് ഫുഡ് വൈറ്റമിൻസ്. ഫ്രഷ് ഫുഡ് വൈറ്റമിൻസ് എന്നറിയപ്പെടുന്നത് വൈറ്റമിൻ സി ആണ്. ചൂടാക്കിയാൽ നഷ്ടമാകുന്ന വൈറ്റമിൻ ഏതാണെന്ന് ചോദിച്ചാൽ അതും വൈറ്റമിൻ സി ആണ്. ചൂടാക്കിയാൽ നഷ്ടമാവുന്ന വൈറ്റമിൻ ഫ്രഷ് ഫുഡ് വൈറ്റമിൻ ആൻഡ് പാലിലും മുട്ടയിലും ഇല്ലാത്ത വൈറ്റമിൻ, അതെല്ലാം വൈറ്റമിൻ സി ആണ്. നമ്മൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും വൈറ്റമിൻ സിയുടെ ധർമ്മം, അത് ഇമ്മ്യൂണിറ്റിയാണ്. കൊറോണയുടെ കാലത്തെല്ലാം നമുക്ക് എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യമാണ് വൈറ്റമിൻ സി ആണ്, ഇമ്മ്യൂണിറ്റിയാണ് വൈറ്റമിൻ സിയുടെ ധർമ്മം. നമ്മുടെ ശരീരത്തിലുള്ള മുറിവുകൾ ഉണങ്ങാൻ സഹായിക്കുന്നതും വൈറ്റമിൻ സി ആണ്. വൈറ്റമിൻ സിയുടെ ധർമ്മമാണ് ഇമ്മ്യൂണിറ്റി ആൻഡ് മുറിവുകൾ ഉറങ്ങാൻ സഹായിക്കുന്നതും വൈറ്റമിൻ സി ആണ്. അടുത്തതൊരു ഇമ്പോർട്ടൻ്റ് ആയ പോയിൻ്റാണ്. മൂത്രത്തിലൂടെ നഷ്ടമാകുന്ന വൈറ്റമിൻ ഏതാണെന്ന് ചോദിച്ചാൽ അത് വൈറ്റമിൻ സി ആണ്. വെള്ളത്തിൽ ലയിക്കുന്ന എല്ലാ വൈറ്റമിനും മൂത്രത്തിലൂടെ നഷ്ടമാകും. മൂത്രത്തിലൂടെ നഷ്ടമാകുന്ന വൈറ്റമിനാണ് വൈറ്റമിൻ സി. അടുത്ത ഒരു ഇമ്പോർട്ടൻ്റ് ആയ പോയിൻ്റാണ് കൃത്രിമമായി നിർമ്മിച്ച ആദ്യത്തെ വൈറ്റമിനാണ് വൈറ്റമിൻ സി. കൃത്രിമമായി നിർമ്മിച്ച ആദ്യത്തെ വൈറ്റമിനാണ് വൈറ്റമിൻ സി. വൈറ്റമിൻ സിയുടെ ഡെഫിഷ്യൻസി മൂലമുണ്ടാകുന്ന അസുഖമാണ് സ്കർവി. സ്കർവിയുടെ മറ്റൊരു പേരാണ് നാവികരുടെ പ്ലാഗ്. നാവികരുടെ പ്ലാഗ് എന്നറിയപ്പെടുന്നത് സ്കർവിയാണ്. സ്കർവി ബ്ലീഡിംഗ് ഗംസ് എന്നും പറയപ്പെടുന്നു. മോണയിൽ നിന്ന് രക്തസ്രാവം ഉണ്ടാകുന്നത് സ്കർവിയുടെ ലക്ഷണമാണ്. അതുകൊണ്ട് ബ്ലീഡിംഗ് ഗം ഡിസീസ് എന്നും സ്കർവി അറിയപ്പെടുന്നു. എല്ലാവർക്കും ഈ ക്ലാസ് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. വൈറ്റമിനുമായി ബന്ധപ്പെട്ട എല്ലാ ടോപ്പിക്സും ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നു. അടുത്ത വീഡിയോയിൽ അടുത്ത സിലബസിലുള്ള ഒരു ടോപ്പിക്കുമായിട്ടാണ് വരുന്നത്. സിലബസ് വൈസ് ഇനിയുള്ള 2 മാസം തുടർച്ചയായി പഠിക്കുകയാണെങ്കിൽ നമുക്ക് സിലബസ് മുഴുവനായിട്ട് കവർ ചെയ്യുന്ന രീതിയിലാണ് ടൈം ടേബിൾ സെറ്റ് ചെയ്തിരിക്കുന്നത്. നിങ്ങൾ ഈ ചാനൽ ഇഷ്ടമാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്യുക. ഓക്കെ, താങ്ക് യു.